അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ അഖ്ലാഖാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3, 4 ക്ലാസ്സുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 5ാം ക്ലാസ് അല്പം ബാക്കിയുണ്ട്, 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ. അതിൽ ഇന്ന് നമ്മൾ അഖ്ലാഖ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ലിസാൻ ഒഴിച്ച് 4 വിഷയങ്ങളാണ് ബാക്കിയുള്ളത്. പിന്നെ റമളാനും നോമ്പുകളും എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ഒരു ക്ലാസ്, പിന്നെ സമസ്യയുമായി ബന്ധപ്പെട്ട ക്വിസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് ഏകദേശം നമുക്ക് പൂർത്തിയായി എന്ന് പറയാം. പിന്നെ നമ്മൾ ഫുള്ള് റിവിഷൻ ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. നിങ്ങളുടെ ദുആയിലൊക്കെ ഞങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വീഡിയോകൾ കണ്ട കുട്ടികളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഖ്ലാഖ് 5ാം ക്ലാസ്സിലെ അഖ്ലാഖാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ്? സൽ സ്വഭാവം എന്നാണ്. അപ്പോൾ എന്താണ്? പ്രശംസനീയമായിട്ടുള്ള വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന, അപ്പം മറ്റുള്ള ആളുകളുടെ പ്രശംസ അല്ലേ, അത് കിട്ടാൻ ആവശ്യമുള്ള വാക്കുകൾ, പ്രവൃത്തികൾ, അതിനൊക്കെ പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേര് സൽ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സൽ സ്വഭാവം എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്താ ചോദിക്കുക? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ടിക്ക് ചെയ്യേണ്ടത്? സൽ സ്വഭാവം. പിന്നെ അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്താണ്? അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അപ്പോൾ ഒരു അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക. മാതാപിതാക്കൾ കാണണമെന്നോ അല്ലെങ്കിൽ ഉസ്താദുമാർ കാണണമെന്നോ നാട്ടുകാർ കാണണമെന്നോ അങ്ങനെയൊന്നും ഒരു ഉദ്ദേശവും ഇല്ലാതെ അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കലാണ് എന്ത്? ഇഖ്ലാസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇഖ്ലാസ്? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഹൃദയത്തെക്കുറിച്ചാണ്. അപ്പോൾ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായാലോ ശരീരം മുഴുവൻ മോശമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഹൃദയത്തെക്കുറിച്ചാണ്. മറക്കാതെ പഠിച്ചു വെക്കുക. ഇനി ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്ത്? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നാണ് നമ്മൾ എന്താണ് പറയുന്നത്? എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നാണ് പറയാൻ പോകുന്നത്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം ഇതിൽ നിന്നൊക്കെ കൽബിനെ ശുദ്ധിയാക്കുന്നതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? നാവാണ്. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവം എന്താണ്? നാവ്. നബിതങ്ങൾ നരകത്തിൽ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതിന് കാരണമായി പറഞ്ഞത് എന്താണ്? ശാപം അധികരിപ്പിക്കൽ എന്നതാണ്. അപ്പോൾ മിഅ്റാജിൻ്റെ രാത്രിയിലെ നബിതങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ കണ്ടത് സ്ത്രീകളെയാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് എന്താണ്? ശാപം അധികരിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ ശാപം എന്ത് ചെയ്യാതിരിക്കുക? അധികരിപ്പിക്കാതിരിക്കുക എന്നല്ല, ശപിക്കാതിരിക്കുക. ആരെയും ശപിക്കാതിരിക്കുക. ശപിക്കുന്ന ആളുകളായിരിക്കും നരകത്തിലുണ്ടാവുക. ഇനി വീട് കത്തിച്ചാമ്പലാവുകയും മക്കളെല്ലാം മരിച്ചു പോവുകയും ചെയ്തു, അഥവാ ജീവിതകാലത്ത് തന്നെ മക്കളെല്ലാവരും മരിച്ചു പോവുകയും ചെയ്ത പ്രവാചകൻ ആരാണ്? അയ്യൂബ് നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ ഒരു പ്രവാചകൻ്റെ വീട് കത്തിച്ചാമ്പലായി, അതുപോലെ തന്നെ മക്കളെല്ലാവരും പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ വലിയൊരു പരീക്ഷണമാണത്, വലിയൊരു പരീക്ഷണമാണ്. അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് ഇരയായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ആകാശത്തു നിന്നും സ്വർണ്ണ വെട്ടുകിളികളെ അള്ളാഹു വർഷിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ആരാണ്? അയ്യൂബ് നബി അലൈഹിസ്സലാമാണ്. ആകാശത്തു നിന്നും സ്വർണ്ണ വെട്ടുകിളികളെ അള്ളാഹു വർഷിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കലാണെന്ത്? ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പം എല്ലാവരോടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അപ്പോൾ അതിന് ക്ഷമയില്ല അല്ലെ? അതൊരു ക്ഷമയല്ല, അക്ഷമ എന്നാണ് അതിന് പറയുക, ക്ഷമയില്ലാത്ത അവസ്ഥ. നേരെ മറിച്ച് അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്ന എല്ലാവരോടും പറഞ്ഞു നടക്കാതെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുവിനോട് പറയുക, അള്ളാഹിനോട് ക്ഷമിക്കുക. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കലാണ് എന്ത്?
ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹിനോട് മാത്രം പറയുക, അള്ളാഹു അല്ലാത്തവരോട് പറയാതിരിക്കുക. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇനി വിപത്തുകൾ സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. ഒരാളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണമെന്നാണ്. പൊതുവെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലൊക്കെയാണ് നമ്മളിത് ചെല്ലാറ് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു വിപത്ത് വന്നാൽ പോലും നമുക്ക് എന്ത് ചെല്ലാം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്ന് വസിയ്യത്ത് ചെയ്തത് ആരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് വസിയ്യത്ത് ചെയ്തത്. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് എന്ത്? ലജ്ജ എന്ന് പറയുന്നത്. അതായത് വെറുക്കപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും, നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് ചെയ്യാതിരിക്കാനുള്ളൊരു പ്രേരണ. അതെങ്ങനെയാണ് ചെയ്യുക, പക്ഷേ അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അത് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ഉൾപ്രേരണക്കാണ് ലജ്ജ എന്ന് പറയുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലജ്ജ ഉണ്ടാവണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു ലജ്ജ ഉണ്ടാവണം. എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. അത് ആളുകളുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും നമുക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരവസ്ഥ, മാനസികാവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ആ ലജ്ജ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു അതൊക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യപ്രകടനമാണ് എന്ത്? ലജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകുമ്പോഴാണ് ലജ്ജ ഉണ്ടാവുക, അല്ലേ? അള്ളാഹുവിനെ പേടിയില്ലെങ്കിൽ ഒരു ലജ്ജ ഉണ്ടാവില്ല, എന്തും ചെയ്യാനും കാണിക്കാനൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് എന്ത്? ലജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ ലജ്ജ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഈമാൻ ഉണ്ടാവും. ലജ്ജ ഇല്ലെങ്കിലാണ് നമുക്ക് ഈമാൻ്റെ കുറവ് ഭയപ്പെടേണ്ടത്. അള്ളാഹു നമുക്ക് പൂർണ്ണമായ ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എന്തായാലും അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യപ്രകടനമാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജയില്ലാത്തവന് ഡേഷ് ഉണ്ടാവുകയില്ല. എന്താണ് ഇല്ലാത്തത്? ഈമാനാണ്. നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ ലജ്ജ എന്ന് പറയുന്നത് ഈമാൻ്റെ പ്രകടനമാണ്. ലജ്ജയില്ലാത്തവന് എന്താണ് ഇല്ലാതിരിക്കുക? ഈമാൻ ഉണ്ടാവില്ല. ഒരാളിൽ നിന്ന് അള്ളാഹു ലജ്ജയെ ഊരിയെടുക്കും എപ്പോൾ? അവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരാൾ നശിക്കുമ്പോഴാണ്, നശിക്കാൻ പോകുമ്പോഴാണ് അയാളിൽ നിന്ന് ലജ്ജ പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എന്തായാലും ഒരാൾ നശിക്കുമ്പോഴാണ് അയാളിൽ നിന്ന് ലജ്ജ പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുക. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം എന്താണ്? കൊലപാതകമാണ്. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റമാണ് കൊലപാതകം. കൊലയാളിക്കുള്ള ഇഹലോകത്തെ ഇസ്ലാമിക ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്, അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ്, കൊല തന്നെയാണ്. കൊലയാളിക്കുള്ള ഇഹലോകത്തെ ഇസ്ലാമിക ശിക്ഷയാണ് വധശിക്ഷ. അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് ശരീഅത്ത് നിയമങ്ങളൊക്കെ നടപ്പിലാക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇഹലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് കൊലപാതകിക്ക് നൽകുന്ന ശിക്ഷയാണ് വധശിക്ഷ എന്ന് പറയുന്നത്. ഇനി അടുപ്പിൻ്റെ മാതൃകയിലുള്ള അടിഭാഗം വിശാലവും, അപ്പോൾ ഒരു അടുപ്പിൻ്റെ മാതൃകയിലുള്ള അടുപ്പ് പോലുള്ള അടിഭാഗം വിശാലവും മേൽഭാഗം ഇടുങ്ങിയതുമായ ഗുഹയിൽ ശിക്ഷിക്കപ്പെടുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിൽ കണ്ടത് ആരെയാണ്? വ്യഭിചാരികളെയാണ്. അപ്പോൾ ഒരു അടുപ്പിൻ്റെ അടുപ്പ് പോലെയുള്ള ഒരു ഗുഹയാണ്, അടുപ്പ് പോലുള്ള ഒരു ഗുഹ. ഈ അടുപ്പ് പോലുള്ള ഗുഹയുടെ അടിഭാഗം വളരെ വിശാലമാണ്, മേൽഭാഗം ഇടുങ്ങിയതാണ്. ഈ ഗുഹയിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് മിഅറാജ് രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ആരെയാണ്? വ്യഭിചാരികളെയാണ്. ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് എന്താ പറയുക? ശുക്ർ എന്നാണ് പറയുക. ഒരാൾ ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് എന്താണ് പറയുക? ശുക്ർ എന്നാണ് പറയുക. ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ എന്ന് പറയുന്നത്. നല്ല സഹവാസിയുടെ ഉപമ എന്താണ്? കസ്തൂരി വാഹകനാണ്. നല്ല സഹവാസിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ കസ്തൂരി വാഹകനെ പോലെയാണ്, ഒരു കസ്തൂരി ചുമക്കുന്ന ആളെ പോലെയാണ് നല്ല സഹവാസിയുടെ ഉപമ എന്ന് പറയുന്നത്. കാരണം കസ്തൂരി വഹിക്കുന്ന ആൾ, അയാൾ ചിലപ്പോൾ നമുക്ക് കസ്തൂരി തരും, അഥവാ അയാൾ നമുക്ക് സുഗന്ധം തരും. ഇനി അയാൾ നമുക്ക് തന്നിട്ടില്ലെങ്കിലും അയാളിൽ ഉണ്ടാവും എന്തായിരിക്കും? സുഗന്ധമായിരിക്കും. അപ്പോൾ നല്ല സഹവാസിയാണെങ്കിൽ, നല്ല കൂട്ടുകാരനാണെങ്കിൽ അയാൾ സുഗന്ധം പരത്തുന്ന ആളായിരിക്കും എന്ന് ഉദാഹരണം. ഇനി ചീത്ത സഹവാസിയുടെ ഉപമ എന്താണ്? ഉലയിൽ ഊതുന്നവനെ പോലെയാണ്, അല്ലേ? ചീത്ത സഹവാസിയുടെ ഉപമ
ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. അയാൾ നമ്മുടെ വസ്ത്രം കരിക്കുകയും അതുപോലെ അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പം ചീത്ത കൂട്ടുകാരാണെങ്കിൽ അവർ വളരെ മോശമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും നമ്മളിലേക്ക് പകർന്നു തരിക. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നല്ല കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുക. ഇനി ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ് എന്ത്? തൗബ എന്ന് പറയുന്നത്. ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുക. തൗബ സ്വീകരിക്കപ്പെടാത്ത സമയം ഏതാണ്? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയവും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സമയവും. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം, ഒരാൾ മരിക്കുമെന്ന് ഉറപ്പായ സമയം തൗബ ചെയ്താൽ സ്വീകരിക്കില്ല. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു എന്ന് ഉറപ്പായ ശേഷം തൗബ ചെയ്താലും സ്വീകരിക്കില്ല. അപ്പോൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയവും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സമയവുമാണ് തൗബ സ്വീകരിക്കാത്തത്. അപ്പോൾ ഇത്രയും കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് 5ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നാളെ അഥവാ ചൊവ്വാഴ്ച പരീക്ഷ നടക്കുന്നതാണ്. 9 മണി മുതൽ ബുധനാഴ്ച 9 മണി വരെ എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് നിർബന്ധമായിട്ടും സ്കോർ ചെയ്യുക. എക്സാം എഴുതിയിട്ട് മാർക്ക് ഉസ്താദിന് എന്ത് ചെയ്യുക? വാട്സപ്പിൽ അയച്ചു തരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.